ഹാത്രസ് ദുരന്തത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നതിനിടെ വാർത്താ ഏജൻസിയോട് പ്രതികരിച്ച സ്വയം പ്രഖ്യാപിത ആൾദൈവം ബോലെ ബാബ സംഭവത്തിൽ അതിയായ ദുഃഖമുണ്ടെന്നും കുറ്റക്കാരെ വെറുതെ വിടില്ലെന്ന് വിശ്വാസമുണ്ടെന്നും ബോലെ ബാബ പറഞ്ഞു. അതേസമയം കേസിൽ മുഖ്യപ്രതിയായ ദേവപ്രകാശ് മധുകറിനെ അറസ്റ്റ് ചെയ്തു. ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ഇന്ന് ഹാത്രസ് സന്ദർശിക്കും. नारायण साकार हर की संपूर्ण ब्रह्मांड में सदा सदा के लिए जय जयकार। हम 2 जुलाई की घटना के बाद बहुत ही व्यथित हैं। प्रभु हमें बस संगत को इस दुख की घड़ी से उबरने की शक्ति दें। सभी शासन एवं प्रशासन पर भरोसा बनाए रखें। हमें विश्वास है जो भी उपद्रवकारी हैं वो बख्शे नहीं जाएंगे. രാകേഷ് ചേരുന്നു വിവരങ്ങളുമായി. രാകേഷ്, ബോലെ ബാബയെ കുറിച്ച് ഒരു വിവരവും തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് യു പി പോലീസ് പറഞ്ഞതാണ് ഏറ്റവും പുതുതായി ഉണ്ടായിരുന്ന വിവരം. ഇപ്പോൾ ബോലെ ബാബ തന്നെ സംസാരിക്കുന്നു. കുറ്റക്കാരെ വെറുതെ വിടില്ലെന്നാണ് വിശ്വാസം എന്ന് ബോലെ ബാബ പറയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, യു പി പോലീസ് ആവർത്തിച്ചിരുന്നത് ബോലെ ബാബയ്ക്കായി അന്വേഷണം നടക്കുന്നു, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ ഇപ്പോൾ വാർത്താ ഏജൻസിയായ ANIക്ക് തന്നെ പ്രതികരണം നൽകിയിരിക്കുകയാണ് ബോലെ ബാബ. ഇത് 2ാം തവണയാണ് ഇത്തരമൊരു പ്രതികരണം ബോലെ ബാബയുടെ ഭാഗത്തുനിന്ന് പ്രസ്താവന ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനയാണ് ബോലെ ബാബ പുറത്തിറക്കിയതെങ്കിൽ ഇപ്പോൾ വാർത്താ ഏജൻസിക്ക് പ്രതികരണം തന്നെ നൽകിയിരിക്കുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഹാത്രസിലുണ്ടായ ദുരന്തത്തിൽ അതിയായ ദുഃഖമുണ്ട്. മാത്രവുമല്ല, സർക്കാരിലും അന്വേഷണ സംവിധാനങ്ങളിലും വിശ്വാസം തനിക്കുണ്ട്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളണം എന്ന പ്രതികരണമാണ് ബോലെ ബാബയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്റെ അനുയായികളോട് ദുരന്തത്തിൽ മരിച്ചവർക്കും ഒപ്പം തന്നെ അപകടത്തിൽ പരിക്കേറ്റവരുടെയും ഒപ്പം നിൽക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്, നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന പ്രതികരണമാണ് ബോലെ ബാബയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും പോലീസ് ഇത്തരമൊരു ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആവർത്തിക്കുന്നു. ഒപ്പം രാജ്യം വിട്ടുപോയതായ ചില സൂചനകളൊക്കെ തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ബോലെ ബാബ തന്നെ വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചിരിക്കുന്നത്. നേരത്തെ ബോലെ ബാബയുടെ അഭിഭാഷകൻ പ്രതികരിച്ചിരുന്നു. അതായത് യു പിയിൽ തന്നെ ഉണ്ട്, പോലീസ് ഇതുവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ മൊഴിയെടുക്കാനോ മറ്റൊന്നും വിളിപ്പിച്ചിട്ടില്ല. അങ്ങനെ വിളിപ്പിക്കുകയാണെങ്കിൽ ഹാജരാകുമെന്ന് പ്രതികരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീഡിയോ സന്ദേശം വന്നിരിക്കുന്നത്. ഏതായാലും ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകൻ ദേവപ്രകാശ് മധുക്കറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് ഡൽഹിയിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നാണ് ഇപ്പോൾ യു പി പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ബോലെ ബാബയുടെ പ്രതികരണം വരികയും അതിനുശേഷം പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്ത് നീക്കം തുടങ്ങിയ കാര്യങ്ങൾ നിർണായകമാണ്. ഏതായാലും ചില വിമർശനങ്ങളൊക്കെ തന്നെ പല കോണുകളിൽ നിന്നും പോലീസിനെതിരെ ഉയരുന്നുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ വളരെ ജാഗ്രതയോടുകൂടിയാണ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള നീക്കങ്ങളും വളരെ ജാഗ്രതയോടുകൂടിയാണ്. പ്രത്യേകിച്ച് വലിയ അനുയായികൾ ഈ ബോലെ ബാബയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് എല്ലാം കണക്കിലെടുത്തുകൊണ്ടൊരു തീരുമാനമാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ജാഗ്രതയോടുകൂടിയുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നൊക്കെ തന്നെ നടക്കുന്നു. ഏതായാലും ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ ഇന്ന് സന്ദർശിക്കുകയാണ് ഹാത്രസിൽ. ആദ്യം ജില്ലാ മജിസ്ട്രേറ്റ് അടക്കമുള്ളവരായി ചർച്ച നടത്തും. അതിനുശേഷമാണ് സംഭവസ്ഥലം സന്ദർശിക്കുക. നാളെയും സന്ദർശനം തുടരും. ഈ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അല്ലെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളിൽ നിന്നൊക്കെ തന്നെ മൊഴിയെടുക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും 2 ദിവസത്തെ സന്ദർശനം ഇന്ന് തന്നെ ആരംഭിക്കും. അശ്വതി, ശരി, ഒന്ന് തുടരണം. അസം അടക്കം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രളയം